ഇന്നത്തെ ടോപ്പ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. 26ാമത് സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ. തൊടുപുഴ കുന്നം ദാൽഫത്ത് പബ്ലിക് സ്കൂളിന്റെ 26ാമത് സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ ജൂലൈ 2 ചൊവ്വാഴ്ച നടക്കുമെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ ജുനൈദ് സഖാഫി അറിയിച്ചു. നമ്മുടെ തിരഞ്ഞെടുപ്പിന്റെ ഓരോ ഘട്ടങ്ങളെയും മനോഹരമാക്കുന്ന വിധത്തിലാണ് സ്കൂൾ പാർലമെന്റ് ഇലക്ഷനെ കുട്ടികൾ വരവേറ്റിരിക്കുന്നത്. 3 പാനലുകളിലായി 24 കാൻഡിഡേറ്റ്സ് വിവിധ സെക്ഷനുകളിൽ മത്സരിക്കുന്നു. ഒരു പ്രൈം മിനിസ്റ്റർ, ഒരു ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ, എഡ്യൂക്കേഷണൽ മിനിസ്റ്റർ, ലാംഗ്വേജ് മിനിസ്റ്റർ, ഡിസിപ്ലിൻ മിനിസ്റ്റർ, ആർട്സ് മിനിസ്റ്റർ, സ്പോർട്സ് മിനിസ്റ്റർ, എഡിറ്റർ. 8, 9, 10 ക്ലാസ്സുകളിലെ കുട്ടികൾക്കാണ് മിനിസ്റ്റർ പോസ്റ്റിലേക്ക് മത്സരിക്കാനുള്ള അർഹത. എന്തായാലും ഇലക്ഷൻ കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. റിപ്പോർട്ടർ അബു ഇപ്പോൾ ലൈനിലുണ്ട്. ഹലോ അബു, കേൾക്കുന്നില്ലേ? ഹലോ, എന്താണ് സ്കൂളിന്റെ വിശേഷങ്ങൾ? എന്താണ് കാൻഡിഡേറ്റ്സിന്റെ നിലപാട്? ഹലോ, കേൾക്കുന്നുണ്ട് ദിയ. ഞാനിപ്പോൾ നിൽക്കുന്നത് ദാൽഫത്ത് പബ്ലിക് സ്കൂളിന്റെ മുന്നിലാണ്. നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും കുട്ടികൾ എങ്ങനെയാണ് 2024 സ്കൂൾ പാർലമെന്റ് ഇലക്ഷനെ നോക്കിക്കാണുന്നതെന്ന്. I am Safwan Mahim from 10th panel, standing in the post of Prime Minister. Today I stand before you not just as a candidate, but as a believer in the power of unity and progress. With honor and enthusiasm to express my candidates for the position of Language Minister. Because he wants to say something. They forced him because he wants to say something. ഇലക്ഷന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന വിധം കാൻഡിഡേറ്റ്മാരെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ മനു സാറിന്റെയും പ്രിൻസിപ്പൽ ജുനൈദ് സഖാഫിയുടെയും നേതൃത്വത്തിൽ 2 ദിവസം മുമ്പ് തന്നെ നാമനിർദ്ദേശങ്ങൾ നടത്തി കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ മുന്നിൽ ഇപ്പോൾ നിൽക്കുന്നത് 8ാം ക്ലാസ്സിൽ നിന്നും ഡിസിപ്ലിൻ മിനിസ്റ്റർ പോസ്റ്റിൽ മത്സരിക്കുന്ന റിയാലാണ്. റിയാലിന് എന്താണ് നമ്മുടെ ഇലക്ഷനെ പറ്റി പറയാനുള്ളത്? കുഴപ്പമില്ല, ഞങ്ങൾ ജയിക്കും എന്നാണ് പ്രതീക്ഷ. കാരണം ഭൂരിപക്ഷം നോക്കുമ്പോൾ ഞങ്ങൾക്ക് വോട്ട് സാധ്യത കൂടുതലുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തതായി നമുക്ക് ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ പോസ്റ്റിൽ മത്സരിക്കുന്ന അഫീഫയുടെ അഭിപ്രായം കേൾക്കാം. ഞങ്ങൾ പോയിന്റ് നിലവാരമുള്ളത് കാരണം വോട്ട് ആളുകൾ തരുമെന്ന പ്രതീക്ഷയും ഈ ഇലക്ഷനിൽ ജയിക്കുമെന്ന പ്രതീക്ഷയും. അടുത്തതായി നമുക്ക് അടുത്ത കാൻഡിഡേറ്റിലേക്ക് പോവാം. ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് ഫാത്തിമയാണ്. ഫാത്തിമ, താങ്കൾക്ക് എന്താണ് ഇലക്ഷനെ പറ്റിയുള്ള അഭിപ്രായം? താങ്കൾ ഏത് പോസ്റ്റിലാണ് മത്സരിക്കുന്നത്? ഞാൻ ലാംഗ്വേജ് മിനിസ്റ്റർ എന്ന പോസ്റ്റിലാണ് മത്സരിക്കുന്നത്. ആസ് എ ലാംഗ്വേജ് മിനിസ്റ്റർ ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്കൂളിൻ്റെ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യുന്നതിനുള്ള പ്രവർത്തനങ്ങൾ പഠന വിഷയങ്ങളിലും പാഠ്യേതര വിഷയങ്ങളിലും കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 10-15 മിനിറ്റ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട്, കുട്ടികളുടെ കമ്മ്യൂണിക്കേഷൻ മനോഹരമാക്കാൻ വേണ്ടിയിട്ടൊരു സെക്ഷൻ മാറ്റിവെക്കാനും ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു ഫാത്തിമ. അടുത്തതായി നമുക്ക് അടുത്ത കാൻഡിഡേറ്റിലേക്ക് പോവാം. ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് ആർട്സ് മിനിസ്റ്ററായി മത്സരിക്കുന്ന അമാനയാണ്. അമാന, താങ്കൾക്ക് എന്താണ് ഇലക്ഷനെ പറ്റിയുള്ള അഭിപ്രായം? താങ്കൾ വിജയിച്ചാൽ എന്തെല്ലാം മാറ്റങ്ങളാണ് താങ്കൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്? കുട്ടികളെ സംബന്ധിച്ച് കലാകായിക മേഖലകൾ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ്. അതുകൊണ്ട് തന്നെ അവരുടെ കഴിവ് മനസ്സിലാക്കുകയും അതിനനുസരിച്ചുള്ള പരിശീലനം നൽകുകയും ചെയ്യും. 10th പാനലിൽ നിന്നും ഫായിസ നമ്മോടൊപ്പം ഉണ്ട്. ഫായിസ, താങ്കൾക്ക് എന്താണ് ഇലക്ഷനെ പറ്റി പറയാനുള്ളത്? താങ്കളുടെ പാനൽ വിജയിക്കുമോ? ഞാൻ ആർട്സ് മിനിസ്റ്റർ പോസ്റ്റിലാണ് നിൽക്കുന്നത്. ഇലക്ഷൻ പ്രചരണത്തിന്റെ അവസാനത്തെ സ്റ്റേജിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഇതിൽ നിന്ന് 100% വിജയം തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അടുത്ത കാൻഡിഡേറ്റ് നമ്മുടെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ പോസ്റ്റിൽ മത്സരിക്കുന്ന റിസ്വാനയാണ്. റിസ്വാന, താങ്കൾക്ക് എന്താണ് ഇലക്ഷനെ പറ്റി പറയാനുള്ളത്? താങ്കൾ വിജയിച്ചാൽ എന്തെല്ലാം മാറ്റങ്ങളാണ് താങ്കൾ സ്കൂളിന് വേണ്ടി കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്? ഏതൊക്കെ മേഖലകളിലാണ് കുറവുള്ളത് അതൊക്കെ നികത്തി നല്ലൊരു അക്കാഡമിക് ഇയർ തന്നെ കാഴ്ചവെക്കാൻ കഴിയുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. താങ്കളുടെ പാനൽ വിജയിക്കുമെന്ന് താങ്കൾ ഉറച്ചു വിശ്വസിക്കാനുള്ള കാരണം എന്താണ്? കുട്ടികളിൽ ഞങ്ങൾക്ക് നല്ലൊരു വിശ്വാസം വളർത്തിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന്, താങ്കളുടെ സ്കൂളിൽ ഒരു വെള്ളത്തിന്റെ ഷോർട്ടേജ് വന്നാൽ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ എന്ന നിലയിൽ താങ്കൾ എന്ത് നടപടിയാണ് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ വരാൻ ചാൻസ് കുറവാണ്. പിന്നെ ഞങ്ങളൊരു റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് സിസ്റ്റം ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ വന്നാൽ സ്കേഴ്സിറ്റി വന്നാലും നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. 10ാം ക്ലാസ്സിൽ നിന്നും എഡ്യൂക്കേഷൻ മിനിസ്റ്റർ പോസ്റ്റിൽ മത്സരിക്കുന്ന ഫിസ നമ്മോടൊപ്പം ഉണ്ട്. എഡ്യൂക്കേഷൻ എന്നത് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഘടനയാണ്. താങ്കൾ അതിനായി എന്തെല്ലാം മാറ്റങ്ങളാണ് സ്കൂളിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്? ഒരു എഡ്യൂക്കേഷൻ മിനിസ്റ്റർ എന്ന നിലയിൽ ഞാൻ വിജയിച്ചാൽ കുട്ടികളുടെ പാഠ്യ വിഷയങ്ങളിലും പാഠ്യേതര വിഷയങ്ങളിലും മികവ് പുലർത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കും. താങ്ക് യു ഫിസ. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പ്രൈം മിനിസ്റ്റർ പോസ്റ്റിൽ മത്സരിക്കുന്ന സഫ്വാന്റെ അടുത്താണ്. സഫ്വാൻ, താങ്കൾ കുട്ടികളിൽ ഒരു
ഉറച്ച വിശ്വാസം നേടിയെടുത്തിട്ടുണ്ടെന്നാണ് താങ്കളുടെ പാനലുകാർ പറയുന്നത്. ഉള്ളതാണോ? ഞങ്ങൾക്കത് ചെയ്യാൻ കഴിയും. കാരണം മുൻ വർഷത്തെ നേട്ടങ്ങളുടെ എല്ലാം പിറകിൽ ഞങ്ങളുടെ ഒരു അധ്വാനവുമുണ്ട്. അത് ഏതൊക്കെയാണെന്ന് പറയാമോ? ഉദാഹരണത്തിന് ഡിസിപ്ലിൻ എവിടെയൊക്കെ എങ്ങനെയൊക്കെ ആവശ്യമായി വന്നാലും അവിടെ ഞങ്ങളുടെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു സഫ്വാൻ. എല്ലാ പാനലുകൾക്കും ഞാൻ വിജയാശംസകൾ നേരുന്നു. ഇതൊക്കെയാണ് ദിയ ഇവിടുത്തെ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ. Okay, Abu. Democracy is the government of the people, by the people, for the people എന്ന വാക്കുകളെ അനർത്ഥമാക്കുന്ന രീതിയിൽ കുരുന്നു മനസ്സുകളിലേക്ക് തെരഞ്ഞെടുപ്പിന്റെ ആശയത്തെ എത്തിക്കുകയാണ് ദാൽഫത്ത് പബ്ലിക് സ്കൂൾ കുട്ടി. എന്തായാലും എല്ലാ പാനലുകൾക്കും എന്റെ വിജയാശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ ടോപ്പ് സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.